ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഐസ് ക്യൂബ് കൂടെ കയറ്റാം, ഓരോ നല്ല ഐസ് ക്യൂബ് കയറ്റാം. മക്കൾസ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു മക്കൾസ് മക്കൾസ് ഡാഡാണ് ഞാൻ, ഡാഡ് ആൻഡ് മക്കൾസ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ വേനൽക്കാലത്ത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ തണ്ണിമത്തൻ അല്ലെങ്കിൽ വാട്ടർമെലൻ ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു ഷെയ്ക്കാണ് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് തണ്ണിമത്തൻ്റെ എന്ത് ചെയ്യുന്ന കട്ട് ചെയ്ത പീസ് എടുത്തിട്ടുണ്ട്. എടുത്തിട്ട് എന്ത് ചെയ്യാം, വൃത്തിയായിട്ടൊന്ന് അതിൻ്റെ തൊലി കളഞ്ഞു വെക്കുക. തൊലി കളഞ്ഞെടുക്കുക. പിന്നെ അതിൻ്റെ കുരുകളൊക്കെ ഒന്ന് ഒഴിവാക്കണം, നല്ലതാണ്. കുരുവിട്ടത് നമ്മൾ മിക്സി അടിക്കുന്ന സമയത്തൊക്കെ പ്രയാസം ഉണ്ടാക്കും. ചെറുതായി കട്ട് ചെയ്യാം, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. കുരുകൾ മുഴുവൻ ഒഴിവാക്കണം നല്ലത്. മറ്റത് മിക്സി കടന്നിട്ട് എന്ത് ചെയ്യും, അത് കറങ്ങാൻ സാധ്യത കൂടുതലാണ്. അതിന് കുരുകളൊന്നുമില്ല. ഇപ്പോൾ ഇപ്പം നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഈ അത്യുൽപാദന ശേഷിയുള്ള ഒരു വെറൈറ്റിയാണ്. അതിൽ വല്ലാതെ കുരുന്ന് കാണുന്നില്ല. അതിൽ അത്യാവശ്യം കുരുകളുണ്ട്. കുരു നല്ല റിമൂവ് ചെയ്യാൻ നല്ലത്. മറ്റത് മിക്സി കടന്ന് കണ്ട് അത് അറിയാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ചൂട് കാലത്ത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഓരോ ഐറ്റംസ് ആണത്. കാരണം ഇപ്പം നമ്മൾ നാട്ടിൽ ചൂട് ഇങ്ങനെ കൂടി വരികയാണ്. ഇപ്പോൾ ഫെബ്രുവരി ആയി. ഇപ്പോൾ ഒരു 2-3 ആഴ്ച കൊണ്ട് ഒന്നിച്ച് ചൂടിലേക്ക് കയറും. ആ സമയത്ത് നല്ല എന്ത് ചെയ്യുക, ചൂടുള്ള സമയത്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല ഐറ്റം ഒരു ഫ്രൂട്ടാണത്, തണ്ണിമത്തൻ. ഒരു പീസ് കൂടി എടുക്കാം, നല്ലൊരു 4-5 ഗ്ലാസ്സിലേക്ക് അത് റെഡി ആവുന്നു. ഓക്കെ, അപ്പം നമ്മളിതിൻ്റെ കുരു മുഴുവൻ മാറ്റിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ മിക്സറിൽ എടുക്കാം. മിക്സർ എടുത്തിട്ട് കുറച്ച് എന്ത് ചെയ്യാം, മിക്സറിലേക്ക് വലിയ മിക്സർ ആകുമ്പോൾ ഒറ്റടിക്ക് തന്നെ അത് യൂസ് അടിച്ചെടുക്കാൻ പറ്റുന്നതല്ലോ ചെയ്യാം. മിക്സർ എടുത്തു. പിന്നെ ഇത് ചെയ്യേണ്ടത് പാകത്തിന് എന്ത് ചെയ്യാം, ഷുഗർ ആഡ് ചെയ്യാം. അധികം ആഡ് ചെയ്യണ്ട, ഷുഗർ കഴിയുന്നതും കൺട്രോൾ ചെയ്യണം നല്ലത്. അപ്പോൾ ഒരു പാകത്തിന് ഷുഗർ നമ്മൾ ആഡ് ചെയ്യാം. ഇപ്പോഴത്തെ ഷുഗർ മതി, അധികം ഷുഗർ വേണ്ട. ഷുഗർ കമ്മിൻ്റെ ഇട്ട് കൊടുക്കുകയും ചെയ്യാമല്ലോ. ഒരു ഏലക്ക കായ് വേണം. ഏലക്ക അധികം എടുക്കരുത്. ഏലക്ക അധികം എടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. ഒറ്റ പീസ് മതി. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യുക, മിക്സിയിൽ ഇട്ട് കൊടുക്കുക. ഇതെന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് മിൽക്ക് ഒഴിക്കാം. മിൽക്ക് ഒഴിച്ചിട്ട് എന്ത് ചെയ്യാം, യൂസ് ചെയ്യുക. അതൊന്നും എന്ത് ചെയ്യുക, അത് മിക്സർ ഒന്ന് മിക്സൊക്കെ ഒന്ന് തിരിക്കുക. മിൽക്ക് വാങ്ങുമ്പോൾ കഴിയുന്നത് മിൽമ തന്നെ നോക്കി വാങ്ങേ. കാരണം മിൽമത്ത് നമ്മൾ നാച്ചുറൽ എന്ത് ചെയ്യുക, തിളപ്പിച്ചിട്ടൊന്നുമില്ല. എന്നാലും എന്ത് ചെയ്യുക, ഈ മിക്ക മിൽമ അല്ലാത്ത പല ബ്രാൻഡുകളും എന്ത് ചെയ്യുക, പല വ്യാജ പാലിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഹെൽത്തിന് അതിൻ്റെ വളരെ അപകടങ്ങളുണ്ടാകും. അപ്പോൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, അറിയുന്ന ബ്രാൻഡ് മാത്രം വാങ്ങി. ഏറ്റവും നല്ല മിൽമ അവൈലബിൾ അത് തന്നെ വാങ്ങാം. അല്ലെങ്കിൽ നാട്ടിൽ പുറത്തുള്ള നമ്മുടെ വീടുകളിൽ നിന്നുള്ള പാല് വാങ്ങുക. ഒരിക്കലും പല തരത്തിലുള്ള ബ്രാൻഡുകൾ വരുന്നുണ്ട്, അത് ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. നമുക്കിതൊന്ന് ജസ്റ്റ് അധികം കറക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മതിയാവോ. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നോ, ഇനി നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് ചെറിയൊന്ന് കടിക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാം, വളരെ നൈസായിട്ട് പീസായിരുന്നു കട്ട് ചെയ്യാം. ഒന്നുകൂടി ബാക്കിയുള്ള പത്തൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ നൈസ് പീസാക്കി എന്ത് ചെയ്യാം, അത് എന്ത് ഈ ജ്യൂസൊക്കെ ചെറിയ കടിക്കാൻ നല്ല ടേസ്റ്റ് കിട്ടും. നൈസൊക്കെ ചെയ്യാം, നൈസൊക്കെ അരിയുക. നമ്മൾ മിക്സി ജ്യൂസിൻ്റെ ഇടയിലിട്ട് നല്ല ഇടയ്ക്കൊരു രീതിയിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ കടിക്കാനുള്ള സാധ്യത ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ജ്യൂസ് അടിച്ചു വെച്ച ജ്യൂസ് മെല്ലെ ഇതിലേക്ക് ഒഴിക്കാം. സൂപ്പറായിട്ടുണ്ടായിരിക്കണം.
ഇതിന്റെ നിറം തന്നെയാണ്, അടിപൊളിയായിരിക്കും. ഇനി എന്ത് ചെയ്യാം, ഇതിപ്പോ ഞാൻ ഷുഗർ പാകത്തിനെ ചെയ്തിട്ടുള്ളത്. എന്ത് ചെയ്യാം, ഷുഗർ ആവശ്യമില്ല വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം, അതിന് ഷുഗർ എപ്പോഴും പാകത്തിന് ചെയ്യണം. പക്ഷെ എത്രത്തോളം നമ്മൾ ഷുഗർ അകത്തേക്കുന്നത് അപകടമാണ്. എന്ത് ചെയ്യുക, അപകടം അറിഞ്ഞു കൊടുത്തത് അത് വിചാരിച്ച് നമുക്ക് ഷുഗറിന് മാറിക്കാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യുക, പാകത്തിന് ഷുഗർ ഇട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നേരെ ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ല ടൈസിൽ നിൽക്കണം. ഇനി ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യുമ്പോൾ ഒരു ഐസിന്റെ ക്യൂട്ട് അടിപൊളിയായിരിക്കും. ഇനി എന്ത് ചെയ്യുക, ഐസ് ക്യൂബ്. അപ്പൊ നമ്മള് വാട്ടർമെലൺ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ട് കഴിച്ചു നോക്കാം. ഒരു ബഗി കൊണ്ട് വെച്ചതാണ്, റിമൂവ് ചെയ്യാതെ. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. മധുരം ഞാൻ കുറച്ചിട്ടുള്ളൂ, പക്ഷെ ആ കുറഞ്ഞ മധുരമാണ് ടേസ്റ്റ്. മധുരം അധികമായിരിക്കും പ്രശ്നമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ചൂടുള്ള സമയത്ത് മക്കൾക്കൊക്കെ എന്ത് ചെയ്യാം കൊടുക്കുക. അപ്പൊ സ്കൂൾ ഇട്ട് വരുന്ന മക്കൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ ഒന്ന് ജ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് കഴിക്കാനുള്ള നല്ലൊരു ഹെൽത്തി ആയിരിക്കും. അതിൽ പ്രത്യേകിച്ച് കെമിക്കൽസ് ഒന്നും ഇല്ലാത്തൊരു ഫുഡായിട്ട് നമുക്ക് പരിഗണിക്കാം. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡാണല്ലോ, നല്ലൊരു ഹെൽത്തി ഫുഡായിട്ട് ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് നമുക്കത് പരിഗണിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.